ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ അടുപ്പിൽ തീ കത്തിക്കുന്നതല്ലേ കാണിച്ചു തുടങ്ങുന്നത്. ഇന്ന് ദേ എന്നാൽ മുറ്റമടിക്കൽ തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചത് രാവിലെ തന്നെ മുറ്റമടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ മുറ്റമടിക്കാൻ ഇറങ്ങിയത്. കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ മുറ്റമെല്ലാം നനഞ്ഞ് വൃത്തികേടായിട്ട് പുല്ല് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ആ പുല്ല് പിടിച്ചതിനകത്തോടെ നമുക്ക് അടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. വലിയ ചപ്പൊന്നുമില്ല, പുല്ലായതുകൊണ്ട് മാത്രം വലിയ ചപ്പൊന്നുമില്ല കേട്ടോ. അവിടെ അങ്ങനെ ചപ്പ് വീഴാനൊന്നുമില്ല. പിന്നെ ഈ പെണ്ണ് വല്ല കടലാസം എല്ലാം കൊണ്ട് ഇട്ടാലേ ഉള്ളൂ ചപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് രാവിലെ തന്നെ അടിച്ചു തൂത്തുമായിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മുറ്റമൊക്കെ അടി കഴിഞ്ഞിട്ട് ഇതേ കയറി വന്നു. ഭയങ്കര എന്തോ ഒരു മടി പോലെയാണ് കേട്ടോ ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിലും. ഇന്നലെ എനിക്ക് രാത്രി ഭയങ്കര കാലുവേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേനും കുറഞ്ഞു കേട്ടോ ഇതൊക്കെ. പിന്നെ ഇത് മുട്ടയുടെ പകുതി ഇരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഉണ്ണി ഞാൻ കഴിക്കത്തില്ല. അപ്പോൾ ഉണ്ണി എടുത്ത് കൊടുത്തിട്ട് ബാക്കി അവിടെ വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് അടുപ്പിൽ പെട്ടെന്ന് തീയൊക്കെ കത്തിച്ചു. രാവിലെ ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അടുപ്പിൽ തീയൊക്കെ കത്തിച്ചത് ചോറിന് വെള്ളം വെക്കുന്നുണ്ട്, ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് പിന്നെ ഇത് അരി കഴുകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അരി കഴുകുമ്പോൾ ഒരാളും കൂടെ ഓടി വരുന്നതായിരുന്നു. അവൾ അറിഞ്ഞില്ല കേട്ടോ ഞാൻ അരി കഴുകിയിടുന്നില്ലെങ്കിൽ അവൾ ഓടി വന്നതിനായിരുന്നു അരി കഴുകാൻ വേണ്ടി. അപ്പോൾ ഇത് അരിയൊക്കെ കഴുകുവാണ്. പിന്നെ ഇത് അരിയൊക്കെ കഴുകി വന്നു, അരി ഇടാൻ തുടങ്ങുവാണ്. അപ്പോഴത്തേനും വെള്ളമൊക്കെ ചൂടായിരുന്നു കേട്ടോ. അരി ഇടുന്ന സമയം കൊണ്ട് നമ്മുടെ വെള്ളം ചൂടാകും. ഇപ്പോൾ എന്നാണെങ്കിലും വിറക് ഇന്നലെ കഴിഞ്ഞ ദിവസം പോയി വിറക് ഇച്ചിരി കൊണ്ടുവന്നുള്ളതുകൊണ്ട് വിറകടുപ്പിൽ തന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. വിറകടുപ്പിലാണ് കേട്ടോ ഞാൻ ഇതുവരെ വെച്ചിട്ടുള്ളൂ, കുക്കറിൽ ഇതുവരെ വെച്ചിട്ടില്ല. ഒന്ന് വെച്ച് നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും എങ്ങനെയും വിറക് സംഘടിപ്പിച്ച് അടുപ്പിൽ തന്നെ വെക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അതെന്നാന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആദ്യം തൊട്ടേ അങ്ങനെ വെക്കുന്നുള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. ഇനിയിപ്പം കുക്കറി വെക്കേണ്ട സാഹചര്യം വന്നാൽ കുക്കറി വെക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ചോറ് കഴുകിയിടുന്നുണ്ടെന്ന് എപ്പോഴും ആയി വരുന്ന ചോറുന്ന അരി കഴുകിയിടുന്നുണ്ട് കേട്ടോ. വിറകിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴത്തേനും എന്നായാലും കുക്കറിലൊക്കെ വെക്കേണ്ട അവസ്ഥ വരുമായിരിക്കും. അപ്പോഴത്തേനും തീ കെട്ട പോലെയൊക്കെ തോന്നി. അത്യാവശ്യം വിറകൊക്കെ എടുത്ത് വെച്ചില്ലെങ്കിൽ ഈ പുകയെടുപ്പിൽ കത്തിക്കാൻ ഭയങ്കര തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം വിറകിൻ്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷേ തിളയ്ക്കുന്നോടം വരെ നന്നായിട്ട് വിറക് വെച്ച് കൊടുക്കണം. അപ്പോൾ വിറക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടിടയ്ക്ക് പോയി ഞാൻ ഇച്ചിരി കോവയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു, അതങ്ങ് മെഴുക്കുവരട്ടി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ഇറച്ചിയുടെ ബാക്കി കൊച്ചിന് മാത്രമേ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പാത്രം കഴുകാൻ പോവുകയാണ്. ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴുകി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പാത്രം കഴുക്ക് തന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ. രാവിലെ ഉണ്ടാക്കിയതും എല്ലാത്തിൻ്റെയും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ കൂടി പാത്രം കഴിച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ നിൽക്കണ്ടേ, എനിക്ക് കാലുവേദന ഉള്ളപ്പോൾ എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് നിൽക്കാൻ പറ്റത്തില്ല. കുറച്ച് നേരം കഴുകിയിട്ട് പോയി ഇരിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ എനിക്കിഷ്ടമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു പണി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് പൂർത്തീകരിക്കാതെ പോയി ഇരിക്കാനും ഇഷ്ടമില്ല കേട്ടോ. എനിക്കങ്ങനെയാണ്. എന്തെങ്കിലും ഒന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കഴുകി പെറുക്കി തുടച്ച് സ്ലാവും കൂടെ തൂത്തിട്ടതിന് ശേഷം പോയി ഇരിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. കാരണം ഇടയ്ക്ക് പോയി ഇരുന്നിട്ട് പിന്നെയും വന്നിട്ട് പിന്നെ ഇത് ഞാൻ തന്നെ വേണ്ട ചെയ്യാൻ. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഞാൻ ഒറ്റയടിക്ക് അങ്ങ് ചെയ്യും. പിന്നത്തേനായിട്ട് ഞാൻ അങ്ങനെ വെക്കത്തില്ല. എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് സ്വയം മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കഴുകി വെച്ച് കഴുകുന്നത് പാടെ അങ്ങ് വെക്കും കേട്ടോ ഞാൻ. അല്ലെങ്കിൽ പിന്നെ കഴുകാതിരിക്കുന്നതല്ലേ ബാക്കി പാത്രങ്ങൾ. അപ്പോൾ അതൊക്കെ വെച്ചു. രണ്ടാമത്തത് സെക്ഷൻ കഴുകാൻ വേണ്ടി വന്ന് ചായയൊക്കെ ഇട്ട പാത്രമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് പാത്രം കിടക്കുന്നത് കണ്ടോ. ആ പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഏതാണ്ടൊക്കെ ഇട്ട് കലക്കുമായിരുന്നു കേട്ടോ. ഒരു രീതിക്ക് പാത്രം ഇഷ്ടംപോലെ കഴുകാനുള്ളതിൻ്റെ കൂട്ടത്തിൽ അവൾ അതുകൂട്ട് പരിപാടിയും കൂടെ കാണിക്കും. അപ്പോൾ എനിക്ക് എക്സ്ട്രാ ഇരട്ടി പണിയാകുകയാണ്. ഇനിയിപ്പോൾ അതും കഴുകി വെക്കണം. അതിനകത്ത് ഏതാണ്ടോ ബിസ്ക്കറ്റിൻ്റെ പൊടി ഏതാണ്ടൊക്കെ ഇട്ട് കലക്കി എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വഴക്ക് പിടിച്ച് അങ്ങ് മേടിച്ചുകൊണ്ട് വന്നതാണ്. കൊണ്ടുപോയിട്ട് ഇനിയിപ്പം അതും കഴുകി വെക്കണം. പിന്നെ ഞാൻ അവൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ അവൾ ചോറ് ചോദിച്ചായിരുന്നു. അപ്പോഴത്തേനും ചോറ് വെന്തായിരുന്നു കേട്ടോ. ഞാൻ ഊറ്റിയിട്ട് പെട്ടെന്ന് അവൾക്ക് ചോറ് കൊടുക്കുവാണ്. അപ്പോഴത്തേനും എപ്പോഴും ഫോൺ വെച്ച് തരാമോ അമ്മയെന്ന് ചോദിക്കും കേട്ടോ. ജാക്കിച്ചാനാണ് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാക്കിച്ചാൻ കാണുന്നില്ല. ചോറ് ഫോണിൽ പാട്ട് വെച്ച് തരാമോ എങ്കിലേ ചോറ് ഉണ്ണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഫോണിനകത്ത് വീഡിയോ എടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അല്ലാണ്ട് കൊടുക്കാമോ എന്ന് ഓർത്തു. പിന്നെ എനിക്ക് പാവം തോന്നി കേട്ടോ. പാവം അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അല്ലാതെ അവളങ്ങനെ ഫോണിനൊരു നിർബന്ധം അവൾ പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പാവത്താൻ്റെ കൂട്ടിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി കേട്ടോ. പിന്നെ ഞാൻ ഓർത്തു എന്നാൽ കുറച്ച് നേരം കാണാൻ കൊടുത്തേക്കാമെന്ന് ഓർത്തു. അങ്ങനെ ചാരി കിടക്കുന്ന കണ്ടപ്പോഴത്തേനും കാണാതെ എന്നിട്ട് എൻ്റെ മുഖത്തോട്ട് ദയനീയമായി നോക്കി. ഞാൻ വഴക്ക് പറയുന്ന ഓർത്തോണ്ട് ദയനീയമായി നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ അവൾക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അവൾക്ക് വെച്ച് കൊടുക്കട്ടെ. പിന്നെ കുറച്ച് ചെമ്മീനുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല കാന്താരിമുളകൊക്കെ അരച്ച് ചെമ്മീൻ ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ.
പിന്നെ ദേ അവൾക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചതിന് ശേഷം ഞാൻ ദേ തുണി അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഉണ്ട്, ഇന്ന് ഒത്തിരി തുണി അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ദേ മുറ്റത്തേക്ക് ഇറങ്ങി അലക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മാനേ കുഞ്ഞിക്കര മാനേ നീ അറിയാതെ നിന്നെ കാണാൻ മാലാഖയായി മാറി വന്നു പൊന്നോമ കൈകൾ പോറ്റും നാളം ഇന്നെൻ്റെ മാറിൽ ചാഞ്ഞുറങ്ങി പൂവിൻ കാതിൽ മന്ത്രമോദി പൂങ്കാറ്റായി വന്നതാരോ പൂവിൻ കാതിൽ മന്ത്രമോദി പൂങ്കാറ്റായി വന്നതാരോ ഈ മണ്ണിലും ആ വിണ്ണിലും എന്നോമൽ കുഞ്ഞിനാരെ കൂട്ടായി വന്നു മുറ്റും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കല മാനേ.